ഓക്കെ, നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് നമുക്ക് പല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിക്കാനുണ്ട്. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റഡാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് നോക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതിനകത്തൊരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് പാസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം എൻ്റെ ഇൻഫർമേഷൻ എന്താണ്, അതിന് ഞാൻ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് വിളിക്കുന്നു. അത് ഞാൻ ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വ്യക്തി ഞാനാണല്ലോ. ഞാനാണിപ്പം ട്രാൻസ്മിറ്റർ, അല്ലേ? ഒരു ഇൻഫർമേഷൻ സോഴ്സ് ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും. ആ ഇൻഫർമേഷൻ സോഴ്സ് ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നായിരിക്കും ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് റിസീവ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് റിസീവർ. ഇത് റിസീവറിലേക്ക് റിസീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മീഡിയത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, റിസീവറിൽ എത്തുന്നത്, അല്ലേ? ആ മീഡിയം എന്ന് പറഞ്ഞത് എയർ ആവാം, എന്തും ആവാം. അപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കുവാണെങ്കിൽ ആ മീഡിയം എന്തായിരിക്കും, ഒരു ഒപ്റ്റിക്കൽ ഫൈബറാണ്. അതായത് ഒരു ഇൻഫർമേഷനെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മൾ റിസീവറിൽ എത്തിക്കുന്നു. ദെൻ അവിടെ നിന്ന് ആ ഇൻഫർമേഷൻ ഏത് ഡെസ്റ്റിനേഷനിലാണ് എത്തേണ്ടത് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ട്രാൻസ്മിറ്റർ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് റിസീവർ റിസീവ് ചെയ്യുന്നു ത്രൂ എ മീഡിയം. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ബാൻഡ്വിഡ്ത്തും ഗുഡ് നോയ്സ് സിഗ്നൽ റേഷ്യോയും. ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഒരു മാക്സിമം എത്രത്തോളം റേഞ്ചിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസിയുടെ റേഞ്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. മാക്സിമം എത്രത്തോളം ഫ്രീക്വൻസി വരെ നമുക്കത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുക. റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെയാണ് എത്രത്തോളം ഏരിയയിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ആ ഒരു റേഞ്ചിനെ പറയുന്ന പേരാണ് ബാൻഡ്വിഡ്ത്ത്. Bandwidth of a system is a more or less proportional to the frequency of operation. Use of higher frequency facilitates larger bandwidth. എന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ ഡേറ്റ മാക്സിമം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്രീക്വൻസിനെയാണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നോയ്സ് റിജക്റ്റ് ചെയ്യണം, അല്ലേ? നോയ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നലിനെ അതിൻ്റെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് റിജക്റ്റ് ചെയ്യാനുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കണം, കൂടി ഇരുന്നാലേ ഉള്ളൂ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എപ്പോഴും എന്തായിരിക്കുള്ളൂ, ബെറ്റർ ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലൈറ്റ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് പറയാം. ലൈറ്റ് പ്രൊപ്പഗേഷൻ, അതായത് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റി പറയുമ്പോൾ ഒപ്റ്റിക്കൽ, ആ പേര് തന്നെ ഉണ്ട്. ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒപ്റ്റിക്കലായിട്ട് എന്താ പോണത്, ലൈറ്റാണ്. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ എന്താണോ ആ ഇൻഫർമേഷനെ ഒരു ലൈറ്റിൻ്റെ ഫോമിലാണ് ഞാൻ ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴി പാസ് ചെയ്ത് വിട്ട് എവിടെ എത്തിക്കുന്നത്, റിസീവറിൽ എത്തിക്കുന്നത്. ഓക്കെ, അപ്പം ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ത്രൂ ഒപ്റ്റിക്കൽ ഫൈബർ, അതിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് രണ്ട് തിയറീനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്. റേ തിയറി, മോഡ് തിയറി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താണ് റേ തിയറി, എന്താണ് മോഡ് തിയറി എന്നുള്ളത്, കേട്ടോ. റേ തിയറി, ദിസ് ഇസ് എ തിയറി ഡിസ്ക്രൈബ്സ് ലൈറ്റ് എസ് എ സിമ്പിൾ റേ. Ray theory is used to approximate the light acceptance and guidance properties of the optical fiber. The rays can be propagated by 3 paths along the optical fiber. There are meridial, skew and axial. അതെന്താണെന്ന് മുന്നോട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഓരോ റേസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കൂടെ പാസ് ചെയ്യുന്നത്. അതിന് 3 ടൈപ്പ് ഓഫ് റേ ഉണ്ട്. ഓരോ റേയ്ക്കും ഓരോ പേരുണ്ട്. ഏതൊക്കെ റേ ഏതൊക്കെ രീതിയിലാണ് പാസ് ചെയ്യുന്നുള്ളത് മുന്നോട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് റേ തിയറി. റേ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിൽ കൂടെ എന്ത് ചെയ്യുന്നത്, കൂടുതലും നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റി ഒന്ന് പറയാം. അപ്പം നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് പാസ് ചെയ്തത് റിസീവറിൽ എത്തിക്കുന്നത്. എന്താണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ? ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഗ്ലാസ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ അത്. ഇറ്റ് ഈസ് എ മെയ്ഡ് ഓഫ് ട്രാൻസ്പെറൻറ്റ് ഡൈലക്ട്രിക്സ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധാരണ SiO2 ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഗ്ലാസ്സിലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് എന്ത്, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ആൻ ഒപ്റ്റിക്കൽ ഫൈബർ കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ കോർ 50 മൈക്രോമീറ്റർ ആൻഡ് സറൗണ്ടഡ് ബൈ എ ക്ലാഡിംഗ്. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന് മെയിനായിട്ട് രണ്ട് ഭാഗമാണുള്ളത്. ഒരു കോറും ഉണ്ടാവും, ഒരു ക്ലാഡിങ്ങും ഉണ്ടാവും. കണ്ടോ, കോർ. ആ കോറിനെ ചുറ്റിക്കൊണ്ട് എന്തുണ്ടാവും, ഒരു ക്ലാഡിങ് ഉണ്ടാവും. ഓക്കെ, ആ ക്ലാഡിങ്ങിനെ പിന്നെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ടാവും, ഒരു കോട്ടിങ്. ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്ന, അകത്തുനിന്ന് ഒന്ന് മുറിച്ച് കാണിച്ചിരിക്കുന്നതാണ്. ആ ക്ലാഡിങ്ങിനെ കവർ ചെയ്തുകൊണ്ടൊരു കോട്ടിങ് കൂടിയുണ്ട്. ആ കോട്ടിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി വേറൊരു മെമ്പർ കാണിച്ചിട്ടുണ്ട്. ഇത്രയും പാർട്സാണ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് വരുന്നത്. ഏറ്റവും പുറമെയുള്ള പാർട്ടിന് നമ്മൾ ഔട്ടർ ജാക്കറ്റ് എന്നും പറയുകയാണ് ചെയ്യുന്നത്. ആ കോറിന് 50 മൈക്രോമീറ്ററൊക്കെയാണ് സാധാരണ വരുന്ന ആ ഒരു ഡയമീറ്റർ. അതുപോലെ അതിനെ കവർ ചെയ്യുന്ന ക്ലാഡിങ്ങിന് 125 to 200 മൈക്രോമീറ്റർ വരെ വരുന്നുണ്ട്.
വിച്ച് ഈസ് സ്ലൈറ്റ്ലി ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഇൻഡെക്സാണ്. എയറിനൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്, ഓരോ മീഡിയത്തിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. അപ്പം സാധാരണ കോറിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, ക്ലാഡിങ്ങിന് എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും, കുറവായിരിക്കും. എഗെയിൻ ദ ക്ലാഡിങ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ പോളി യൂറീത്തീൻ ജാക്കറ്റ്. ഒരു ജാക്കറ്റ് വെച്ച് എഗെയിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാഡിങ്ങിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് പരിചയപ്പെടാം. ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കേസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതിനു മുമ്പ് ആദ്യം റിഫ്രാക്ഷൻ എന്താണ്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണ്, ഈ 3 ടേംസ് ഒന്ന് എന്താണെന്ന് പരിചയപ്പെടാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നും കൂടെ നോക്കാം. ഇവിടെ ഒരു മീഡിയം കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഡെൻസർ മീഡിയം ഉണ്ട്, റെയർ ആയിട്ടുള്ളൊരു മീഡിയം ഉണ്ട്. ആ ഡെൻസർ മീഡിയത്തിൽ കൂടെ കണ്ട ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്നു അല്ലേ. ആ ലൈറ്റ് വരുന്നു. ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്തൊരു മീഡിയത്തിലേക്ക് എന്ത് ചെയ്യുന്നു, റിഫ്രാക്റ്റ് ചെയ്ത് പോയിരിക്കുന്നു. അതായത് ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോയി. അതുകൊണ്ട് അതിന് നമുക്ക് എന്ത് പറയാം, അത് റിഫ്രാക്ഷനാണെന്ന് പറയാം. അപ്പോൾ റിഫ്രാക്ഷൻ ഒരു ലോ ഉണ്ട്, സ്നെൽസ് ലോ എന്ന് പറയും. n1 sin θ1 = n2 sin θ2. ഇതാണ് സ്നെൽസ് ലോ. അതിൽ n1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് നമ്മൾ n1 എന്ന് പറയുന്നത്. കണ്ടോ, n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം, θ1 ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. വന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ θ1 എന്നും ഈ ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ n1 എന്നും, n2 എന്ന് പറഞ്ഞാൽ റെയറർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, θ2 എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, എത്രത്തോളം ആംഗിളാണ് അത് റിഫ്രാക്റ്റ് ചെയ്ത് പോയത് അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനാണ് റിഫ്രാക്ഷൻ. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയി, അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഈ റേ വന്നു, ഈ റേ റിഫ്രാക്റ്റ് ചെയ്ത് അടുത്ത മീഡിയത്തിലേക്ക് പോയോ, ഇല്ല. സെയിം മീഡിയത്തിൽ തന്നെ വന്നോ, ഇല്ല. അതെന്ത് ചെയ്തു, ഇത് രണ്ട് മീഡിയത്തിനും പാരലായിട്ട് അത് എന്ത് ചെയ്തു, മൂവ് ചെയ്ത് പോയി. അതായത് ഒരു 90 ഡിഗ്രിയിൽ എന്ത് ചെയ്തു, അത് പാസ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ആ ഒരു ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ എപ്പോഴും പറയുന്നത് ആ θ1 തന്നെയാണ് എപ്പോഴും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, അതാണ് എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ. ആ സമയത്ത് θ2 എന്തായിരിക്കും, 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയിലാണ് അത് പോകുന്നതെങ്കിൽ, റിഫ്രാക്റ്റ് ചെയ്ത് പോയതെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇതിനെ പറയുന്നതാണ് എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ മേക്ക് ചെയ്ത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് നമ്മളതിന് പറയുന്നത്. ഓക്കെ, θc ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ θcയും ആംഗിൾ ഓഫ് ഇൻസിഡൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അതുകൊണ്ടാണ് സെൻസ് ലോ എന്താണ്, n1 sin θ1 = n2 sin θ2 എന്നല്ലേ. ആ θ2 കണ്ട 90 ഡിഗ്രി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, θ1 എന്ന് പറഞ്ഞാൽ θc ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ, വരുന്ന റേ സെയിം മീഡിയത്തിലേക്ക് തന്നെ എന്ത് ചെയ്തു, റിഫ്ലക്റ്റ് ചെയ്ത് പോയി. ദാറ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷൻ കണ്ടോ, അതിനെ പറയുന്ന പേരാണ് എന്ത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അതിനകത്തൊരു കാര്യം ഓർത്തിരിക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും കൂടുതൽ കമ്പയർഡ് ടു ആ റിഫ്രാക്റ്റ് ചെയ്ത് പോയില്ലേ, θ2 റിഫ്രാക്റ്റ് ചെയ്ത് പോയപ്പോൾ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പം ആംഗിൾ ഓഫ് θ1 ആയിരിക്കും ഗ്രേറ്റർ ദാൻ θ2 എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാൻ കുറച്ച് മുമ്പ് മറ്റേ ഈ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു 3 റേയെ പറ്റി, സ്ക്യൂ റേ, മെറിഡിയൽ റേ, ആക്സിയൽ റേ. ഇതാണ് ആ റേസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്ന് കണ്ടു അല്ലേ. ഇതാണ് നമ്മുടെ കണ്ടോ, ഒപ്റ്റിക്കൽ ഫൈബറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അകത്തൊരു കോറുണ്ട്, ആ കോറിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഒരു ക്ലാഡ് ഉണ്ട്. ഈ കോറിൽ കൂടെയാണ് ആര് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം സ്ക്യൂ റേ, അപ്പോൾ ഒരു സ്ക്യൂ റേ വന്നു കഴിഞ്ഞാൽ അത് ഈ രീതിയിലായിരിക്കും, ഒരു സ്ക്യൂ റേ വന്നാൽ അത് ഈ രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യത്തില്ല. ആ സ്ഥാനത്ത് നമ്മളൊരു മെറിഡിയൽ റേ വന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, ആ കോറിൻ്റെ ഓരോ എഡ്ജിലും ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് പോയി ആ ഡേറ്റ എന്ത് ചെയ്യാറുള്ളൂ, ട്രാൻസ്മിറ്റ് ചെയ്യാറുള്ളൂ. ആക്സിൽ റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ്ലി പോകുന്ന ടൈപ്പ് ഓഫ് റേ ആണ്. നമ്മൾ കൂടുതൽ മെറിഡിയൽ റേ ആണ് യൂസ് ചെയ്യാറ്. മെറിഡിയൽ റേ ആണെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, റിഫ്രാക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, ആ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റിസീവർ വരെ എന്ത് ചെയ്യും, റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ക്യൂ റേ നെവർ പാസ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി കോർ. ഒരു കോറിൻ്റെ സെൻറ്ററിൽ കൂടെ എന്ത് ചെയ്യത്തില്ല, സ്ക്യൂ റേ പാസ് ചെയ്യത്തില്ല. പക്ഷേ മെറിഡിയൽ റേ ആണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുന്നത്, ചെല്ലുന്നത്. ആക്സിൽ റേ ട്രാവൽ സ്ട്രെയിറ്റ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി കോർ.
ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പം വേറൊരു കാര്യമായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അതായത് ഇതാണ് നമ്മുടെ കോറെന്ന് ഞാൻ പറഞ്ഞു. അതിനെ കവർ ചെയ്യുന്ന ആളെ പറയുന്ന പേരാണെന്ത്? ക്ലാഡിങ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിളും കൂടി ഉണ്ട്. ആംഗിളിനെ പറയുന്ന പേരാണ് അക്സെപ്റ്റൻസ് ആംഗിൾ. അത് ഈ കോറിക്കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണ്ടേ, അതിനൊരു പർട്ടിക്കുലർ ലിമിറ്റ് ഓഫ് ആംഗിൾ ഉണ്ട്. ആ ഇന്ന ലിമിറ്റിൽ ഒരു ലൈറ്റ് വന്നാൽ മാത്രമേ അത് ഈ കോറിക്കൂടെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ അക്സെപ്റ്റൻസ് കോണിന് എക്രോസ് ആയിട്ട് ഇങ്ങനൊരു ലൈറ്റ് വന്നാലോ, ഇങ്ങനൊരു ലൈറ്റ് ഒന്നും വന്നാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യത്തില്ല, അത് കോറിക്കൂടെ പാസ് ചെയ്ത് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് അക്സെപ്റ്റൻസ് കോൺ എന്ന് പറയും. ഓക്കെ.